Hi everyone, welcome back to my classroom. Today's topic is limitations of accounting ratio. What are the important limitations of accounting ratios? First one, inherent limitations of accounting. Ratios are calculated from accounting information or accounting records. Therefore, ratios are also suffer from inherent limitation of accounting records. അക്കൗണ്ടിങ് റെക്കോർഡ്സിന് എന്തൊക്കെ ലിമിറ്റേഷൻസ് ഇൻഹറൻ്റ് ആയിട്ടുണ്ടോ അത്രയും ലിമിറ്റേഷൻസ് അതിൽ നിന്ന് എടുത്ത് ഡാറ്റ ഉപയോഗിച്ച് റേഷ്യോ കാണുമ്പോൾ ആ റേഷ്യോയിലും ഉണ്ടായിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഉപയോഗിച്ചിട്ടാണ് റേഷ്യോ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്തൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ടോ അത്രയും ലിമിറ്റേഷൻസ് റേഷ്യോനെ എഫക്റ്റ് ചെയ്യാം. ദെൻ നമ്പർ 2, നോൺ മോണിറ്ററി ഫാക്ടേഴ്സ് ഇഗ്നോർഡ്. Ratio analysis ignores non-monetary factors such as morale of employees, loyalty of employees, human relations, etc. That means എന്താ മീൻ ചെയ്യണത്, മോണിറ്ററി ഫാക്ടേഴ്സ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ, നോൺ മോണിറ്ററി ആയിട്ടുള്ള ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യുന്നില്ല റേഷ്യോ അനാലിസിസ് എന്നാണ് പറയുന്നത്. എംപ്ലോയീസിൻ്റെ സ്വഭാവം, ഹ്യൂമൻ റിലേഷൻഷിപ്പ്, ഇതിൻ്റെ ഒന്നും മെഷർമെൻറ്റ് ഏതിലൂടെ പോസിബിൾ അല്ല, റേഷ്യോ അനാലിസിസിലൂടെ പോസിബിൾ അല്ല. നെക്സ്റ്റ് പറയുന്നത് ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് ഇഗ്നോർഡ്. ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഇഗ്നോർ ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് പറയുന്നത് മാനേജേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. ഏതൊരു ഫേമിൻ്റെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻസ്, ഫോർ എക്സാമ്പിൾ ബാങ്ക് വുഡ് ലൈക്ക് ടു നോ അബൌട്ട് ദ ക്യാരക്ടർ ഓഫ് ബോറോവർ ഇൻ അഡീഷൻ ടു ഹിസ് ഫിനാൻഷ്യൽ പൊസിഷൻ. പണം കടം കൊടുക്കുമ്പോൾ ആ ക്രെഡിറ്ററുടെ ഫിനാൻഷ്യൽ പൊസിഷൻ മാത്രമല്ല അയാളുടെ ക്യാരക്ടറും കൂടെ അറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് ബാങ്ക് പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫേമുകൾ, കമ്പനീസ് എന്താണ് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തേ പറ്റൂ, അവിടെ റേഷ്യോ അപ്ലൈ ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അതായത് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു മെഷർമെൻറ്റിൽ അത് പോസിബിൾ അല്ല. നോ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ജഡ്ജ്മെൻറ്റ്. റേഷ്യോ ഡു നോട്ട് മേക്ക് കൺക്ലൂഷൻ. റേഷ്യോ കൊണ്ട് നമുക്കൊരു കൺക്ലൂഷനിലൊന്നും എത്താൻ പറ്റില്ല. ഇറ്റ് ഈസ് ഓൺലി എ ടെക്നിക്ക് ഫോർ മേക്കിംഗ് ജഡ്ജ്മെൻറ്റ്. അതൊരു ടെക്നിക്ക് മാത്രമാണ്, ജഡ്ജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരൊറ്റ ടെക്നിക്ക് മാത്രമാണ്. ജഡ്ജ്മെൻറ്റിന് പകരമായിട്ട് ഉപയോഗിക്കാനൊന്നും സാധിക്കില്ല. ഫിഫ്ത്ത് വൺ, നീഡ് ഫോർ കമ്പാരിറ്റീവ് അനാലിസിസ്. എ സിംഗിൾ റേഷ്യോ വിൽ നോട്ട് ബി മച്ച് helpful for such a comparison. Hence, it is essential to calculate a number of ratios. While drawing conclusion, it is necessary to make a comparative analysis of all relating ratios. കമ്പാരിറ്റീവ് അനാലിസിസ് എന്ന് പറയുമ്പോൾ അതൊരു സിംഗിൾ റേഷ്യോ കൊണ്ട് നമുക്ക് കമ്പയർ ചെയ്ത് അനലൈസ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. കമ്പാരിറ്റീവ് അനലൈസ് മറ്റൊന്നുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അനലൈസ് ചെയ്യുകയാണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഒരുപാട് നമ്പർ ഓഫ് റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കമ്പാരിറ്റീവ് അനാലിസിസ് ചെയ്യാനേ പറ്റുള്ളൂ. സിംഗിൾ റേഷ്യോ കൊണ്ട് അതത്ര ഹെൽപ്ഫുൾ അല്ല. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് എന്നാൽ മാത്രമേ നമുക്കൊരു കറക്റ്റ് കൺക്ലൂഷനിൽ എത്താൻ പറ്റൂ എന്നാണ് പറയുന്നത്. And sixth one, lack of adequate standards. Calculated ratios are to be compared with a standard ratio, but unfortunately there are no well accepted standards for all the ratios which can be accepted as norms. This makes the interpretation difficult. എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് കിട്ടിയ റേഷ്യോ, ആ പ്രപ്പോർഷൻ നമ്മൾ മറ്റൊരു സ്റ്റാൻഡേർഡായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് ഇത് ഓക്കെ ആണോ അല്ലേ എന്നുള്ളത് നമുക്കറിയാൻ പറ്റാം. അപ്പോൾ ഒരുപാട് റേഷ്യോ നമ്മൾ പഠിക്കുമ്പോൾ കുറേ റേഷ്യോ ഒക്കെ സ്റ്റാൻഡേർഡ് ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ട്. ആ സ്റ്റാൻഡേർഡായിട്ട് കമ്പയർ ചെയ്ത് ഓക്കെ ആണോ അല്ലേ എന്നുള്ളതാണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുക. പക്ഷേ പല റേഷ്യോനും ആഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു വെൽ ആക്സെപ്റ്റഡ് ആയിട്ടൊരു സ്റ്റാൻഡേർഡ് ഇല്ല. ഫോർ എക്സാമ്പിൾ 60 to 65% കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ആണെന്ന് പറയും. അവിടെ എക്സാക്റ്റ് ആയിട്ടൊരു ഫിഗർ പറയുന്നില്ല. ഓക്കെ, ചില റേഷ്യോക്ക് പല ഓതേഴ്സും പല രീതിയിലാണ് അതിനെ ജഡ്ജ് ചെയ്യുന്നത്. പല എക്സ്പേർട്ടുകളും പല രീതിയിലാണ് ഓരോ റേഷ്യോൻ്റെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഐഡിയൽ റേഷ്യോ ഇതാണെന്നൊക്കെ പറയുന്നത്. വെൽ ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു യൂണിഫോമിറ്റി ഉള്ള നല്ല ഒരു നോംസ് സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് ഒരു റിസൾട്ട് അതിൽ നിന്ന് അനലൈസ് ചെയ്തെടുക്കാൻ സാധിക്കാറില്ല, പല റേഷ്യോക്ക് സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ പോലും. ദെൻ വിൻഡോ ഡ്രസ്സിംഗ് ആണ് അടുത്ത ഒരു ലിമിറ്റേഷനായിട്ട് പറയുന്നത്.
Financial statements can easily be window dressed. This is done by manipulating accounts with a view to present a better picture of its financial and profitability position than what actually it is. വിൻഡോ ഡ്രസ്സിംഗ് എന്ന് പറയുമ്പോൾ കറണ്ട് അസറ്റ് കൂട്ടിക്കാണിച്ച് കാണിക്കുക. അതല്ലെങ്കിൽ ഫേമിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എക്സാക്റ്റ് അല്ലാത്തത് കൂട്ടിക്കാണിക്കുക. പ്രോഫിറ്റബിലിറ്റി കൂട്ടിക്കാണിക്കുക. അതായത് അക്കൗണ്ടിങ് റെക്കോർഡ്സിൽ മാനിപ്പുലേഷൻസ് ചേഞ്ചസ് വരുത്തിക്കൊണ്ട് ഉള്ളതിനേക്കാൾ കൂടുതലായിട്ട് കാണിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് വിൻഡോ ഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. അത് റേഷ്യോൻ്റെ ഒരു ലിമിറ്റേഷനാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വളരെ ഈസി ആയിട്ട് വിൻഡോ ഡ്രസ് ചെയ്യാൻ പറ്റും. അക്കൗണ്ട്സിൽ മാനിപ്പുലേഷൻസ് നടത്തിക്കൊണ്ട് ഫിനാൻഷ്യൽ പൊസിഷൻ കൂട്ടിക്കാണിക്കാൻ പറ്റും. പ്രോഫിറ്റബിലിറ്റി കൂട്ടിക്കാണിക്കാൻ പറ്റും. ഇതിനേക്കാൾ വാട്ട് ആക്ച്വലി ഇറ്റ് ഈസ്, ശരിക്കും എന്താണുള്ളത് അതിനേക്കാൾ കൂടുതലായിട്ട് കാണിക്കാൻ പറ്റും. റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നുള്ള റെക്കോർഡ്സിൽ വരുത്തുന്ന മാറ്റങ്ങൾ കൊണ്ട് റേഷ്യോ കാണുമ്പോൾ ആ കാണുന്ന റേഷ്യോ ഒക്കെ എന്തായിരിക്കും, മിസ്റ്റേക്ക് ആയിരിക്കും, കറക്റ്റ് ആയിരിക്കില്ല. കാരണം സ്റ്റേറ്റ്മെൻറ്റ്സിൽ മിസ്റ്റേക്കൊക്കെ വരുത്തിയിട്ടാണ് ആ റേഷ്യോസ് കൂട്ടിക്കാണിക്കുന്നത്. അപ്പോൾ അതിനുള്ള ടെൻഡൻസിക്ക് സ്കോപ്പുണ്ട്. അതുകൊണ്ട് അത് ലിമിറ്റേഷനായിട്ട് പറയണമെന്ന് മാത്രം. ദെൻ പ്രൈസ് ലെവൽ ചേഞ്ചസ് ഇൻ പ്രൈസ് ലെവൽ മേ എഫക്റ്റ് കമ്പാരബിലിറ്റി ഓഫ് റേഷ്യോ ഒരുപാട് റേഷ്യോ കണ്ട് കമ്പയർ ചെയ്ത് നമ്മൾ അനലൈസ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ പ്രൈസ് ലെവൽ ചേഞ്ചസ് ഇഗ്നോർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ചസ് അല്ലെങ്കിൽ അനാലിസിസ് അവിടെ പോസിബിൾ അല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ലിമിറ്റേഷൻസ് ആണ് അക്കൗണ്ടിങ് റേഷ്യോക്ക് ഉള്ളത്. അപ്പോൾ അക്കൗണ്ടിങ് റേഷ്യോൻ്റെ ലിമിറ്റേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.